ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ പേര് സുർമി എന്നാണ്. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ്. DTDC പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയറിൽ അയക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ അയച്ച കൊറിയറുകൾക്ക് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം കൊറിയർ ചാർജ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇട്ട് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കൊറിയർ ചാർജ് ആവുകയാണെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പേയ്മെൻറ്റ് ചെയ്ത് തന്നേക്കാം. എന്തെങ്കിലും കൊറിയർ ചാർജിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നതാണ്. ആ സമയത്ത് ദയവ് ചെയ്ത് പേയ്മെൻറ്റ് കൂടി ചെയ്ത് ബാലൻസ് കൊറിയർ ചാർജ് കൂടി ഒന്ന് പേയ്മെൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടിപൊളിയായിട്ടുള്ള 14 വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ്സുകളാണ്, ഫ്ലവറിങ് ആന്തൂറിയം പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. എല്ലാം ഇതുപോലെ തന്നെ ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റുകളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള 14 വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ പ്ലാന്റ്സുകൾക്ക് റേറ്റ് വരുന്നത് ഓരോ ആന്തൂറിയത്തിനും ബുഷി പോട്ടാണ്. ഓരോ പോട്ടിലും 2 ഷൂട്ട് വീതം വരുന്നുണ്ട്. ഓരോ വെറൈറ്റിക്കും 350 രൂപ, 350 പ്ലസ് CC ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 അതിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഒരു പോട്ടിന് 330 രൂപ വീതം ആട്ടോ വരുന്നത്. അപ്പോൾ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളേ. അല്ല, നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു കളർ നമുക്ക് സെയിലിനായിട്ട് വരുന്നത്. ഈ കാണുന്ന പോലെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡല്ല ഇത്, ശരിക്കും ഒരു ഉജാല കലക്കിയൊക്കെ പോലെയുള്ള അതുപോലത്തെ ഒരു കളറാണ്. ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. മിനിയേച്ചർ ടൈപ്പാണ്. ഓരോ പോട്ടിലും ഇതുപോലെ 2 ഷൂട്ട് വീതം വരുന്നുണ്ട്. ഹൈബ്രിഡ് ആന്തൂറിയം പ്ലാന്റുകളുമാണ്. അപ്പോൾ നിങ്ങളിത് റീപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് പോട്ട് മിക്സ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറും പെർലൈറ്റും മാത്രം മിക്സ് ആക്കി, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മണ്ണും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പോട്ട് മിക്സിൽ നട്ടാൽ മതി. നടുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ തണ്ടിലേക്ക് കയറ്റി ഇടരുത് കേട്ടോ. ഇതുപോലെ തന്നെ റൂട്ടിന് താഴ്വശത്തേക്ക് വേണം പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. കരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇൻഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വേണം ആന്തൂറിയം പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ ബേണായി പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 19 പോലുള്ള ഫെർട്ടിലൈസേഴ്സ് കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നിറയെ ഫ്ലവറും കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ്. അടുത്ത് നമുക്ക് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പുമാണ് വരുന്നത്. ഈ ഒരു സൈസാണ് വരുന്നത്. ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമേ. അടുത്ത് നമുക്ക് വരുന്നത് റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ബുഷി പോട്ട് തന്നെയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് പീച്ച് ഓറഞ്ച് പോലെ വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ലീഫുകൾ വരുമ്പോൾ ഇതുപോലെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും കേട്ടോ പുതിയ ലീഫുകളുടെ കളർ വരുന്നത്. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് നല്ല റെഡ് കളറാണ്. ഇതുപോലെ ഒരു മിനിയേച്ചർ ഫ്ലവറാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ. ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. നല്ല ഓറഞ്ച് ഷെയ്ഡാണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഇത് ഒരു പുതുതായിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും വരുന്ന ഒരു വെറൈറ്റി അല്ല ഇത്. എപ്പോഴും വരുന്നതിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട്. ഇതിന് ഹൈറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ, ഇങ്ങനെ അടിങ്ങിയാട്ടോ ഫ്ലവറുകൾ വരുന്നത്. ഒരു ഫ്ലവർ അങ്ങനെയല്ല, ഇങ്ങനെ കണ്ടോ ഒരു ബെഞ്ച് പോലെയാണ് ഫ്ലവറുകൾ വരുന്നത്. ഈ ഒരു സൈസാണ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് ഇത് ലിവർ റെഡ് ആണ് കേട്ടോ. ചോക്ലേറ്റ് കളറിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫ്ലവറുകൾ കൊണ്ട് ഈ ഒരു ഷേപ്പുമാണ് വരുന്നത്. ബുഷി പോട്ട് തന്നെയാണ്. അടുത്ത് നമുക്ക് വരുന്നത് വൈറ്റിൻ്റെ നാരോ ആയിട്ട് വരുന്ന ഫ്ലവറാണ് കേട്ടോ. വൈറ്റ് ഫ്ലവർ ബുഷി പോട്ട് തന്നെയാണ്. ഇതൊന്നും അത്ര എപ്പോഴും വരുന്ന വെറൈറ്റികളല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഇതാണ് നമ്മുടെ പീസ് ലില്ലിയുടെ ഒക്കെ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഫ്ലവറുകളാണ്. അടുത്ത് നമുക്ക് വരുന്നത് വൈറ്റിൻ്റെ തന്നെ റൗണ്ട്, ഈ ഒരു ഫ്ലവർ വരുന്നത് റൗണ്ട് ഷേപ്പിലും ഇത് നാരോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഈ തുമ്പുവശങ്ങളിലേക്ക് കണ്ടോ നല്ലൊരു റെഡ് ഇങ്ങനെ സ്പ്രെഡായി ഒഴുകി വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അടുത്ത് നമുക്ക് വരുന്നത് നല്ല ഡാർക്ക് ലൈലാക്ക് കളറാണ് കേട്ടോ. ഇത് നമ്മുടെ പർപ്പിൾ ഷെയ്ഡാണ്. എല്ലാം ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ ബുഷി പോട്ടുകളാണ്. ഇത് വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളറുമാണ്. അപ്പോൾ ഇതുപോലെ 14 വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമുക്ക് ആന്തൂറിയത്തിൻ്റെ ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത്. ഓരോ ബുഷി പോട്ടിനും 350 രൂപ. 5 അതിൽ കൂടുതലോ പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് 330 രൂപ വീതമാണ് കേട്ടോ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ബുഷി പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.
അതുപോലെ തന്നെ മാൻഡിവില്ലയുടെയും കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് നമുക്ക് അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവർ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാവേ. ഇതൊക്കെ പിങ്ക് ഷെയ്ഡാന്ന് തോന്നിക്കണം കേട്ടോ, കറക്റ്റ് അറിയില്ല. ഇത് റെഡാന്ന് തോന്നണം. അപ്പോൾ ഇതുപോലെ നല്ല ബുഷിയായിട്ടാണ് പ്ലാന്റ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. നിറഞ്ഞ് ഫ്ലവർ എപ്പോഴും തരുന്ന നമുക്ക് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് കേട്ടോ മാൻഡിവില്ല. അപ്പോൾ മാൻഡിവില്ലയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 290, 290 രൂപയ്ക്ക് നല്ല വെർത്തായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ളതാണ്. 350 റേഞ്ചിലൊക്കെ എല്ലാം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 290 രൂപ. ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ വാട്ടർ ഡ്രസ്സിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എൻക്വയറിയും ഒരുപാട് ആളുകൾ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ കിട്ടി എല്ലാവരും വളരെ ഹാപ്പിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർ ഡ്രസ്സിനെയാണ് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുണ്ടെന്ന്. ഇതുപോലെ സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് വരുന്നത്. നമ്മൾ അയച്ചു തരുന്നതും ഈ സെൽഫ് വാട്ടറിങ് പോട്ടോട് കൂടി തന്നെയാണ് കേട്ടോ. നല്ല ഹെവി ബുഷിയായിട്ടാണ് പ്ലാന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ പാമ്പ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ബുഷിയായിട്ടുള്ള പാമ്പാണ്. നമുക്കിത് വേണമെങ്കിൽ 3-4 ബോർഡിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും തിക്നെസ്സോട് കൂടിയ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചമഡോറ പാമാണ് കേട്ടോ. അത് ഒരു പ്ലാന്റിന്റെ സൈസാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ പീസ് ലിലി, ഇമ്പോർട്ടഡ് പീസ് ലിലി നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്ലാന്റിന്റെ തന്നെ തിക്നെസ് ആണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്. നമുക്ക് ഒരേ ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ടും ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പീസ് ലിലിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി കൂടി നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്കിൽ. ഒരു വെറൈറ്റി നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ലീഫുകൾ കുറച്ച് നാരോ പോലെയാണെങ്കിൽ ഇതിന് കുറച്ച് വീതി കൂടിയിട്ട് ഇതിൻ്റെ ഫ്ലവറുകൾക്ക് നല്ല വലിപ്പം വരുന്നുണ്ട്. നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഈ പീസ് ലില്ലിക്ക് ഇത് നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയുള്ള പീസ് ലില്ലിയാണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ കേട്ടോ. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളും ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളെ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.